ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 20ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. നമ്മുടെ ഗർഭധാരണത്തിൻ്റെ അല്ലെങ്കിൽ ഗർഭകാലത്തിൻ്റെ ഒരു പകുതി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത്രയും ദിവസം നിങ്ങൾ സക്സസ് ആയിട്ട് പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളതൊക്കെ ഓവർകം ചെയ്ത് വന്നു. അതിനാണ് നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞേട്ടോ. നമുക്ക് ഇനി രണ്ടാമത്തെ സ്കാനിങ് ചിലപ്പോൾ ഡോക്ടർ ഈ ആഴ്ചയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവുക. നമുക്ക് 18 ആഴ്ചയുടെയും 22 ആഴ്ചയുടെയും ഇടയിലാണ് നമുക്ക് സ്കാനിങ് വരാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചില ഡോക്ടേഴ്സ് ചിലപ്പോൾ 20ാമത്തെ ആഴ്ചയായിരിക്കും നിങ്ങളുടെ അടുത്ത് രണ്ടാമത്തെ സ്കാനിങ് പറയുന്നത്. കുഞ്ഞിന് ഇപ്പോൾ ഏകദേശം ഒരു 8 ഇഞ്ചോളം നീളം ഉണ്ടാവും. അതുപോലെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാമോളം കണ്ടേക്കാം. പിന്നെ താരതമ്യം ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഏത്തപ്പഴത്തിൻ്റെ വലിപ്പത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് എത്തിയിട്ടുണ്ടാവും. നമുക്കിനി അമ്മയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. വയറ് വലുതാവാൻ തുടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ കുറച്ച് ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ വയറ് വലുതാവാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ പൊക്കിൾ ചിലപ്പോൾ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് മാത്രമേ വരുള്ളൂ. കാരണം ചിലർക്ക് ഭയങ്കര ഉൾവയറായിരിക്കും, ചിലർക്ക് പുറത്തേക്കായിരിക്കും വയറ്. അപ്പോൾ ഉൾവയറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വയറിന് അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല. എൻ്റെ വയറിന് അത്രയ്ക്ക് വലിപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 20ാമത്തെ ആഴ്ചയായപ്പോഴും എനിക്ക് അങ്ങനെ പ്രഗ്നൻ്റ് ആണ് എന്നുവെച്ചാൽ എത്ര മാസമായി, 3 മാസമായിട്ടുള്ളോ അല്ലെങ്കിൽ 2 മാസമായിട്ടുള്ളോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമുകളൊക്കെ ആയിരുന്നു. ഞാൻ പറയും അല്ല, എനിക്ക് 5 മാസമായി എന്ന് ഞാൻ അങ്ങോട്ട് പറയുമ്പോഴാണ് അത്ര ആയോ എന്ന് ചോദിക്കാറ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വയറ് വലുതാവുന്നത് ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും. അപ്പം അങ്ങനെ ചിലർക്കൊക്കെ ഈ ആഴ്ചയിൽ പൊക്കിൾ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു സമയത്ത് ശ്വാസം മുട്ട്, നേരിയ തോതിൽ ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഓർഗൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ ആന്തരിക അവയവങ്ങൾ എന്ന് പറയും. അതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഗർഭപാത്രം യൂട്രസ് ഇങ്ങനെ വലുതാവുന്നത് കൊണ്ട് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടാവും. അപ്പോൾ ഓർഗൻസൊക്കെ ചെന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തെ ആയിരിക്കും ഇങ്ങനെ ഞെരുക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ രീതിയിൽ ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂത്രസഞ്ചിയുടെ അവിടേക്കും ഈ ഓർഗൻസ് എല്ലാം ഉന്തലും തള്ളലൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുന്നത്. നമുക്കിനി കുഞ്ഞിന് എന്താണ് 20ാമത്തെ ആഴ്ചയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. വെളുത്ത നിറത്തിലുള്ള സംരക്ഷണ കവചത്തിലാണ് കുഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ ചർമ്മത്തിന് കട്ടി വയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. മാത്രമല്ല ചർമ്മം 2 പാളികളായിട്ട് മാറാൻ തുടങ്ങുന്നതും ഈ ആഴ്ച മുതലാണ്. കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ പെട്ടെന്ന് അറിയാനായിട്ട് തുടങ്ങുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് എത്ര നേരം ഉണർന്നിരിക്കുന്നുണ്ട്, എത്ര നേരം ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ ഏകദേശം അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എത്ര നേരം ഉണർന്നിരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കുഞ്ഞ് ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനോട് ഏതാണ്ട് താരതമ്യപ്പെടുത്തി തന്നെ നമുക്ക് ഉറങ്ങുകയാണെന്നും കണക്കാക്കാം. നമ്മൾ പകല് ഇങ്ങനെ നടന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വീട്ടിൽ ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരു ഊഞ്ഞാലിൽ കിടന്ന് ഇങ്ങനെ ആടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങും എപ്പോഴും. പിന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഗർഭിണി റെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ ഗർഭിണി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഊഞ്ഞാലിൽ ആടുന്ന എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അനങ്ങാണ്ട് കിടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് ആ സമയത്ത് ഭയങ്കര കളിയായിരിക്കും വയറ്റിൻ്റെ ഉള്ളിൽ. നമുക്ക് ചിലപ്പോൾ ഈ ഇടിയും കുത്തൊക്കെ കാരണം ചിലപ്പോൾ നമുക്ക് ഉറങ്ങാനായിട്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ അനങ്ങാണ്ട് കിടക്കുക തന്നെയാണ്. അങ്ങനെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ നമ്മൾ രാത്രി കുഞ്ഞ് ഉണർന്ന് കളിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കുഞ്ഞ് പകൽ നല്ല ഉറക്കമായിരിക്കും, രാത്രി എണീറ്റ് കളിക്കുകയും ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴാണ്, കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു റുട്ടീനിലേക്ക് നമ്മുടെ കുഞ്ഞ് എത്തുള്ളൂ. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗർഭകാലത്ത് തന്നെ നമുക്ക് ഈ കുഞ്ഞിൻ്റെ ശീലങ്ങൾ കുറച്ച് ശരിയാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പകൽ ജോലിക്ക് പോവാത്ത ഗർഭിണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു 7 മാസം മുതൽ നമ്മൾ ലീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 7 മാസം മുതൽ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. കിടന്നുറങ്ങാനുള്ള മൂഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഏകദേശം ഒരു മണിക്കൂറോ ഒരു 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂറൊക്കെ ജസ്റ്റ് അനങ്ങാണ്ട് കിടന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞ് എണീറ്റ് കളിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴും അതുപോലെ തന്നെ നമുക്കൊരു ശീലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പകൽ അങ്ങനെ ഫുൾ ടൈം കൊച്ച് ഉറങ്ങില്ല, ഇടയ്ക്ക് എണീറ്റ് കളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രി നമുക്ക് കുറച്ച് നേരമൊക്കെ ഉറങ്ങാൻ പറ്റും.
ഓക്കെ, നമുക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് 20ാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. അമ്മയുടെ ഉള്ളിലുള്ള ഉത്കണ്ഠ, പിരിമുറുക്കം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടെൻഷനുകൾ, ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയുള്ള റിലാക്സേഷൻ ടെക്നിക്സൊക്കെ കുറച്ച് പരിശീലിക്കേണ്ട സമയമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള സമയത്തും അതുപോലെ പ്രസവത്തിലും നമുക്ക് ഇതൊക്കെ ഒരു ഉപകാരത്തിൽ വരും. അതുകൊണ്ടാണ് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി പറയണത്. പിന്നെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ പരമാവധി സുഖകരമായിട്ടുള്ള പൊസിഷൻ തന്നെ കണ്ടെത്തുക. അതുപോലെ തന്നെ കിടക്കാനും ഇരിക്കാനൊക്കെ ശ്രമിക്കുക. പിന്നെ ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിടിച്ച് വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ തന്നെ ജസ്റ്റ് പോയി യൂറിൻ പാസ് ചെയ്യേണ്ടതാണ്. കാരണം ഇല്ലെങ്കിൽ അതുകൊണ്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ രാത്രി ഉറങ്ങാൻ പോണതിന് മുമ്പ് വെള്ളം കുടിക്കണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാനീയങ്ങൾ, ഇങ്ങനെ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കുടിക്കണതൊക്കെ കുറയ്ക്കുക. നമ്മൾ പകൽ സമയത്ത് നല്ലപോലെ വെള്ളം കുടിക്കുക. രാത്രി ഒരു 9 മണിക്ക്, ഇപ്പോൾ 10 മണിക്ക് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് നല്ലപോലെ കുറയ്ക്കുക. അതിൻ്റെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കത് വെള്ളം ആ സമയത്ത് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് രാത്രി ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് രാത്രി വെള്ളം കുടിക്കുന്നത് നല്ലപോലെ കുറയ്ക്കാൻ പറയുന്നത്. പിന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലപോലെ ലൂസ് വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. കാരണം ടൈറ്റായിട്ട് ഉള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്കും ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 20ാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്